ഈ കേസിൻ്റെ വിധി ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എൻ വിനോദ് കുമാർ നാളെ പറയാൻ പോവുകയാണ്. ഈ കേസിലെ 7 പ്രതികളിൽ 4 പേരും, അതായത് ഡയറക്റ്റ് ആക്ഷനിൽ പങ്കെടുത്ത കൊലപാതകം നടത്തിയ 4 പേരും കുറ്റക്കാരാണ് എന്ന് ഈ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 4 പേരെന്ന് പറയുമ്പോൾ അതിലൊന്ന് ദർശൻ കുമാർ, പിന്നെ നിഖിൽ ദാസ്, ശരത്ത്, രാകേഷ്, ഇത്രയും പേരാണ് ഡയറക്റ്റായിട്ട് നേരിട്ട് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പേരെ കോടതി വെറുതെ വിട്ടു. അവർക്കെതിരെ തെളിവ് ഉണ്ടാക്കാൻ പ്രോസിക്യൂഷനെ കൊണ്ട് തെളിവ് ഹാജരാക്കാൻ സാധിച്ചില്ല, കൃത്യമായ തെളിവ് ഹാജരാക്കാൻ സാധിച്ചില്ല. ശരിക്കും ഇതിലെ 7 പേരും കൃത്യമായി ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അന്ന് ഇരിങ്ങാലക്കുട DSP തന്നെ വളരെ കൃത്യമായി വാർത്താസമ്മേളനം നടത്തി പറഞ്ഞതാണ്. 5-ാം പ്രതിയുടെ വീട്ടിലായിരുന്നു ഇതിൻ്റെ ഗൂഢാലോചന നടന്നത്. 6ഉം 7ഉം പ്രതികൾ സാഹചര്യം നിരീക്ഷിക്കാനും ഒരു കൊലപാതകം നടത്താനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനുമുള്ള ശ്രമം അവിടെ നടത്തിയിരുന്നു. അതായത് ആരെങ്കിലും പുറത്തു നിന്നും എത്തി ഈ സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ തടയാനുള്ള നീക്കം ഈ 6ഉം 7ഉം പ്രതികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ മുഴുവൻ പേരും ശിക്ഷിക്കപ്പെടേണ്ട ഒരു കേസാണ്. പക്ഷേ പ്രോസിക്യൂഷന് അത് പൂർണ്ണമായും കോടതിയിൽ തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ 4 പേർക്കെതിരെ 4 പേര് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി.